Okay, അപ്പം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് 30,000 രൂപ ബഡ്ജറ്റിൽ വരാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ സ്മാർട്ട് ഫോൺസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കുറച്ച് കമൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. 30,000 രൂപ ബഡ്ജറ്റിൽ ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺസ് ഏതാണ് ഉള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോ അതിനുവേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ ജസ്റ്റ് ഏത് സ്മാർട്ട് ഫോൺ ആയിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ വീഡിയോ എൻജോയ് ചെയ്തു, അതുപോലെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഐക്യൂവിൻ്റെ സൈഡിൽ നിന്നാണ്. അതായത് IQ Neo 7 എന്ന് പറയുന്ന മോഡലാണ്. ഇതിന് നമുക്കൊരു ഗുഡ് ക്വാളിറ്റി ക്യാമറ സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമുക്ക് 64 മെഗാ പിക്സലിലെ OIS സപ്പോർട്ട് ആവുന്ന ഒരു ക്യാമറ സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് 2MP ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. പിന്നെ 2MP മാക്രോ ലെൻസ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 4K and 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങൾ വരുന്നുണ്ട്. സെൽഫി ക്യാമറ നോക്കുവാണെങ്കിൽ നമുക്കിതിനകത്ത് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് 1080p and 30 FPS വരെയാണ് മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് പറയുന്നത്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈമറി ക്യാമറ സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്യാമറ കമ്പാരിസൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പം ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും. ബാക്കി ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒരു കിടിലൻ ഡിസ്പ്ലേ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. Android 13 പിന്നെ അവരുടെ FreeOS 13 കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് MediaTekന്റെ Dimensity 8200 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സോളിഡ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. യാതൊരു പ്രോബ്ലവും കാര്യങ്ങളും നിങ്ങളുടെ നോർമൽ അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു IQ Neo 7 എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ക്യാമറ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റവും കാര്യങ്ങളും വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു IQ Neo 7 എന്ന് പറയുന്ന മോഡൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പോകുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ ആയിരിക്കും കവർ ചെയ്യാൻ പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മളിങ്ങനെ കവർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആയിപ്പോവും. പക്ഷേ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ക്യാമറ ആയതുകൊണ്ട് തന്നെ ക്യാമറ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ആദ്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് Vivo V27 എന്ന് പറയുന്ന മോഡലാണ്. പ്രോ വേരിയൻ്റ് അല്ല, അതിൻ്റെ നമ്മുടെ V27 എന്ന് പറയുന്ന ബേസ് മോഡൽ വേരിയൻറ്റ്. ഇതിൽ നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രോ വെർഷനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സിസ്റ്റം കിട്ടുന്നത് ഈ ഒരു V27 ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ആണ്. അതായത് നമ്മൾ 30,000 രൂപയുടെ ബഡ്ജറ്റിൻ്റെ ആണ് പറയുന്നത്. പക്ഷേ ഈ ഒരു മോഡൽ 32,000 രൂപയാണ് ബഡ്ജറ്റ് വരുന്നത്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്തിരിക്കുക. അത് മാത്രമാണ് ഒരു ഡൗൺ സൈഡിലേക്ക് നിർത്തുന്നത്. ഓക്കെ, പ്രൈസിൻ്റെ കാര്യം മാത്രം. ബാക്കി നോക്കുവാണെങ്കിൽ നല്ലൊരു ക്യാമറ സിസ്റ്റമാണ് അതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 50MP ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമുക്കിതിനകത്ത് OIS സപ്പോർട്ടായിട്ടുള്ള 50MP പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 8MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ 2MP മാക്രോ ലെൻസ് ആണ് വന്നിരിക്കുന്നത്. 4K and 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 50MP ക്യാമറയാണ് വരുന്നത്. ഒരു കിടിലൻ ക്യാമറ തന്നെയാണ് സെൽഫി ക്യാമറ എന്ന് പറയുന്നത്. സെൽഫി ക്യാമറ ഉപയോഗിച്ചും നമുക്ക് 4K and 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കിടിലൻ ക്യാമറ സിസ്റ്റം തന്നെയാണ് ഈ ഒരു V27 ക്യാമറ സിസ്റ്റവും കാര്യങ്ങളും വന്നിരിക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് MediaTekന്റെ ചിപ്സെറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് MediaTek Dimensity 7200 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ കർവ്ഡ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. 4600 mAh ബാറ്ററിയും പിന്നെ ഇത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും പോകുന്നത്. അപ്പം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഓവറോൾ പാക്കേജ് തന്നെയാണ് ഈ ഒരു V27 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഡൗൺ സൈഡിലേക്ക് നിർത്തുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ചാണ്. 32,000 രൂപ ബഡ്ജറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് കുറഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 30,000 രൂപ ബഡ്ജറ്റിൽ കിട്ടുവാണെങ്കിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് വിവോൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. കറക്റ്റ് 30,000 രൂപ ബഡ്ജറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഒരു കിടിലൻ അല്ലെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ സിസ്റ്റം തരുന്ന ഒരു മോഡലാണ് നത്തിങ്ങിൻ്റെ നത്തിങ് ഫോൺ 1 എന്ന് പറയുന്ന മോഡൽ. നമുക്ക് 50MP ഡുവൽ ക്യാമറ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമുക്ക് 50MP പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. വിത്ത് OIS സപ്പോർട്ട് ആയിട്ടുള്ള ക്യാമറ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് 50MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് 4K and 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളും വരുന്നുണ്ട്. സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലിലെ 16 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. അതുപോലെ നമുക്ക് 1080p and 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളും ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ OLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ Gorilla Glass 5 പ്രൊട്ടക്ഷനും കാര്യങ്ങൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് Snapdragon 778G+ ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. പഴയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത്. എന്നാലും ഒരു ഓക്കെ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. അതായത് ഒരു മിഡ് റേഞ്ച് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് 4500 mAh ബാറ്ററി വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ബോക്സിൽ നമുക്ക് ചാർജർ അവൈലബിൾ അല്ല. നമ്മുടെ സാംസങ്ങിനെ പോലെ തന്നെ ഐഫോണിനൊക്കെ പോലെ തന്നെ നമുക്ക് ബോക്സിൽ ചാർജർ കിട്ടില്ല. അതുകൂടെ ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് Poco F4 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് കൂടുതൽ പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു വീഡിയോ ഇത്രയും ടൈം വരെ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ ഇവിടെ വരെ വാച്ച് ചെയ്ത് ആരെങ്കിലും
പോക്കോ സ്മാർട്ട് ഫോൺ ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്, ഏത് മോഡലായിക്കോട്ടെ, എത്ര നാളായിക്കോട്ടെ, എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് മോഡലാണ് യൂസ് ചെയ്യുന്നത്, എത്ര നാളായി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, അതുപോലെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസ് വരുന്നുണ്ട്. അങ്ങനെ ഒരു ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ഒരു കിടിലൻ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സിസ്റ്റം തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് 4K 30 FPS ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. 20 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് 1080p 30 FPS ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്കിനകത്ത് 4500 mAh ബാറ്ററി കാര്യങ്ങളും വരുന്നുണ്ട്, 67 watt ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. ബോക്സിൽ ചാർജർ അവൈലബിൾ ആണ്, അതുകൊണ്ട് മനസ്സിൽ വെച്ചിരിക്കുക. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് വെർഷൻ അല്ല കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം അതായത് അപ്ഡേറ്റിംഗ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 13 കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 12 ആയിരിക്കും വരുന്നത്. പിന്നെ ഇവരുടെ UA ഉള്ള MA UA കാര്യങ്ങളും വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 870 ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ചിപ്സെറ്റിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ നമുക്കിനകത്ത് AMOLED ഡിസ്പ്ലേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കോർണിംഗ് Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് ഈ ഒരു പോക്കോ F4ന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഒരു ഡീസൻ്റ് ആയ ക്യാമറ സിസ്റ്റം തന്നെയാണ് നമ്മുടെ പ്രൈമറി ക്യാമറ വരുന്നത്. പിന്നെ നമുക്ക് നല്ലൊരു സെൽഫി ക്യാമറ തന്നെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ലിസ്റ്റും കാര്യങ്ങളും പോകുന്നത്. അല്ലെങ്കിൽ ഇത്രയാണ് നമ്മുടെ 30,000-നുള്ളിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ കുറച്ച് ബെസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്മാർട്ട് ഫോൺസ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഏതായിരുന്നു ആ സ്മാർട്ട് ഫോൺ എന്നുള്ളതും. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, നിങ്ങളൊരു പോക്കോ സ്മാർട്ട് ഫോൺ യൂസർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എത്ര നാളായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.